ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 5 സ്റ്റേജസിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 5 സ്റ്റേജസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 5 സ്റ്റേജസ് കൂടെ AGIയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജുകളാണ് പറയാൻ പോകുന്നത്. AG എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ എയുടെ ഏറ്റവും പീക്ക് സ്റ്റേജാണിത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ 5 സ്റ്റേജസ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തെ സ്റ്റേജ് ചാറ്റ് ബോട്ട്സ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ് സ്റ്റേജാണ്. മൂന്നാമത്തെ ഏജൻസ്. നാലാമത്തത് ഇന്നോവേറ്റേഴ്സ്. അഞ്ചാമത്തത് ഓർഗനൈസേഷൻ. അപ്പം ഇതിൽ ആദ്യത്തെ സ്റ്റേജ് ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നത് ChatGPT വന്ന സമയം, അതായത് 3.5 ക്ലൗഡ് 3.5 എന്നുള്ള ChatGPTയുടെ ഏർലി സ്റ്റേജ് തുടങ്ങിയ സ്റ്റേജിനെയാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്ന ചാറ്റ് ബോട്ട്സ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് റീസണേഴ്സ്. അപ്പം അത് ആണ് ഇപ്പം പ്രസന്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ടില്ല. ChatGPT 5 അല്ലെ ജെമിനായി 1.5 എത്തുന്നതോടുകൂടി നമ്മൾ അതിൻ്റെ പീക്ക് സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അപ്പം പിന്നെ ഇപ്പം നമ്മൾ ChatGPT 4 മിനി എന്ന വേർഷനിൽ കൂടെയും ChatGPT 3.5 കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഏജൻസ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ടെക്നോളജിക്കൽ ഒരു മിഡിൽ മാനെ പോലെ വർക്ക് ചെയ്യും. അതായത് നമ്മൾ നമ്മുടെ ചാറ്റ് ബോട്ട്സിൻ്റെയും ഹ്യൂമൻസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഇൻട്രാക്ഷൻ സ്റ്റേജിൽ കൂടിയാണ് ഈ മൂന്നാമത്തെ സ്റ്റേജ് പോകുന്നത്. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റേജാണ്. പിന്നെ ആ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു പുതിയ ലാംഗ്വേജ് തന്നെ കൊടുക്കാനായിട്ട് ആ സ്റ്റേജ് നമ്മൾ ഉപകരിക്കും. പുതിയ ലാംഗ്വേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഉള്ള ലാംഗ്വേജ് അല്ല, ഇപ്പം നമ്മൾ അതിനെ പ്രോംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു നല്ല പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് വേണ്ടി തന്നെ ഒരു പുതിയൊരു യൂണീക്ക് ലാംഗ്വേജ് തന്നെ അത് ഉണ്ടാക്കിത്തരും. പിന്നെ അഞ്ചാമത്തെയാണ് AIയുടെ ഏറ്റവും പീക്ക് സ്റ്റേജ്, AGIയിലേക്ക് എത്തുന്ന സ്റ്റേജ്. അതായത് ഓർഗനൈസേഷൻ. അതായത് ഹ്യൂമൻസ് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ തന്നെ റൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നമുക്ക് ആ സ്റ്റേജ് എന്ന് പറയുന്ന എല്ലാവരും പേടിക്കേണ്ട ഒരു സ്റ്റേജ് എന്നും വേണേ പറയാം. കാരണം അതിൻ്റെ പീക്ക് സ്റ്റേജിൽ എത്തുന്നതിനെയാണ് അത് പറയുന്നത്. അപ്പം അത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ ഏത് തരത്തിലാണ് അത് നമ്മളെ സോഷ്യലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മളിപ്പോൾ സ്റ്റേജ് 2 കൂടെയാണ് പോകുന്നത്. നമ്മളൊരു 5 എത്തുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്തിൻ്റെ ഒരു AIയുടെ ഏറ്റവും പീക്ക് സ്റ്റേജ് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് ഓരോ സ്റ്റേജിൽ കൂടെയും കടന്നു പോകും. അപ്പോൾ വലിയ ടെക്നോളജിക്കൽ എക്സ്പേർട്ട് പലരും പല രീതിയിലാണ് പറയുന്നത്. ചിലത് 2050 കഴിയുന്നതോടുകൂടിയേ സ്റ്റേജ് 5 ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ AGIയിലേക്ക് ഫുള്ളി എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓപ്പൺഐയുടെ CEO, ഓപ്പൺഐയുടെ സാം പോലെയുള്ള ചില ആൾക്കാർ പറയുന്നത് ഇത് നമ്മളൊരു 2028-29 കൂടെ വരുമ്പോഴത്തേക്ക് 2028-29 വരുമ്പോഴത്തേക്ക് നമ്മളിത് അച്ചീവ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് മേ ബി നമുക്ക് 2029 അല്ലെങ്കിൽ 2028 ഈ സ്റ്റേജിൽ എത്താനും വഴി ഉണ്ട്. കാരണം ഒരുപാട് ഈ പറയുന്ന പോലെ എക്സ്പെരിമെന്റുകളും ടെസ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൊതുവെ ChatGPT 5 തന്നെ OpenAI ഡിലേ ആക്കിയതാണ്. കാരണം
എന്താ ചോദിച്ചാൽ അതിലെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ChatGPT 5 പെട്ടെന്ന് ഇപ്പം പ്രസന്റ് ഓടുന്ന വെർഷനിൽ നിന്ന് പെട്ടെന്ന് അതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തവരും തമ്മിലുള്ള നല്ല ഡിഫറൻസ് വരും. കാരണം ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറയുന്ന പോലെ ഇപ്പോഴും ഒരു 1% അല്ലെങ്കിൽ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 2-3% ആയിട്ടുള്ളൂ ഈ ChatGPT ഒക്കെ യൂസ്. ഇപ്പോഴും ChatGPT എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം പിന്നെ അതുകൊണ്ട് മനഃപൂർവ്വം OpenAI ഇത് ChatGPT 5 ഡിലേ ആക്കിയതാണ്. അപ്പം ഇപ്പം താമസിയാതെ അത് ഉടനെ തന്നെ പുറത്ത് വരും. അതിൻ്റെ ഒരു ചെറിയ ChatGPT 5 കുറച്ച് കാര്യങ്ങൾ അവർ 4 മിനിയിലൊക്കെ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചെറിയ കാര്യങ്ങൾ ഒക്കെ അഡ്വാൻസ്ഡ് ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി താമസിയാതെ ChatGPT 5 നമുക്ക് എത്തും. അതാദ്യം സ്ട്രോബെറി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓറിയോൺ എന്ന് പറയുന്ന പേരിലായിരിക്കും തോന്നുന്നു അത് മാർക്കറ്റിൽ എത്താൻ പോകുന്നത്. അപ്പം അത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വേർഷൻ ആയിരിക്കും. റീസണിങ് കപ്പാസിറ്റി ഉണ്ട്. ഈ പറയുന്ന പോലെ കുറച്ച് ഡിലേ വരും, 10 to 20 സെക്കൻഡ്സ് ഡിലേ വരുമെങ്കിലും അത് മാക്സ് ഒരു PhD സ്റ്റുഡൻറ്റിൻ്റെ ഒരു കഴിവ് അതിനുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മാക്സ് 13% 83 എത്തുകയാണ്. അങ്ങനെ കുറേ നല്ല നല്ല ബിസിനസ് പ്ലാൻ മുതൽ ഭയങ്കര വേറെ ലെവലിലേക്ക് പോകുന്നൊരു സാധനമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ 5 സ്റ്റേജസ്. അപ്പം ഈ 5 സ്റ്റേജസ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്ന് ലോകത്തെത്തും എന്നുള്ളത് നിങ്ങൾ യൂട്യൂബ് വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ സാമൊക്കെ പറയുന്ന പോലെയാണോ, അല്ലെങ്കിൽ എക്സിൻ്റെ CEO പറയുന്ന പോലെയൊക്കെയാണോ, നേരത്തെ തന്നെ എത്തുമോ ഉള്ള ഒരു ഇത് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ ഇടുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് അധികം ഡിലേ ആകാൻ വഴിയില്ല. നേരത്തെ തന്നെ വരുന്ന എനിക്കൊന്നൊരു 2029 ആകുമ്പോഴത്തേക്കും നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവൻ ആ സമയത്ത് വരണമെന്ന് പോലും ഉള്ളത് ഇവർ തീരുമാനിക്കും. ഇപ്പോൾ OpenAI പോലെയുള്ള ആൾക്കാർ OpenAI പോലെയുള്ള കമ്പനികൾ തീരുമാനിക്കും ഇത് ആ സമയത്ത് വരണോ എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ ഈ ChatGPT 5 ഡിലേ ആക്കിയ പോലെ ഡിലേ ആക്കാം, അല്ലെ നേരത്തെ ആക്കാം. അത് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെയാണ് ഈ AI പുതിയ ഇതിനെ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ഫാസ്റ്റായിട്ട് സ്വീകരിച്ച അവർ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് നമ്മൾ സ്റ്റേജ് 5 2029 അല്ലെങ്കിൽ 2030 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെത്തും.